അടുത്ത ഏതായാലും 2 വാക്ക് സംസാരിക്കാൻ വേണ്ടി ഞാൻ PMF സാറെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ജീവിത വഴിയുടെയോ മനുഷ്യ മനസ്സിന്റെ ഹൃദയത്തിലേക്ക്. പ്രിയപ്പെട്ടവരെ, ഒരു അച്ഛൻ തീരെ വയ്യ, അദ്ദേഹത്തെ ഒരു ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത്. തീരെ വയ്യാത്ത ആ അച്ഛൻ്റെ കൂടെ എല്ലാ കാര്യങ്ങൾക്കുമായിട്ടൊരു നഴ്സുണ്ട്. നഴ്സ് അച്ഛന് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. ഒരു പകല് മുഴുവനും അച്ഛൻ്റെ കൂടെ നിന്നു. വൈകുന്നേരം ആയപ്പോൾ ആ നഴ്സ് പോയിട്ട് വേറെ നഴ്സ് ചാർജ് എടുത്തു. പുതിയതായിട്ട് ചാർജ് എടുത്ത നഴ്സിന് അച്ഛനെ കണ്ടപ്പോഴേ തോന്നി അച്ഛന് തീരെ വയ്യ, മരണത്തിന്റെ ചില ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ ഈ നഴ്സിന് പേടിയായി, ഇദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള പേടിയായി. അപ്പൊ നഴ്സ് പതുക്കെ ചെന്നിട്ട് ഈ അച്ഛന്റെ ചെവിയിൽ ചോദിച്ചു, അച്ഛാ, അച്ഛന്റെ മോന് പുറത്തിരിക്കുന്നുണ്ട്, മോനെ ഇങ്ങോട്ട് അകത്തേക്ക് വിളിക്കണോ? മോനോട് എന്തെങ്കിലും പറയാനുണ്ടോ? മോനെ എന്തെങ്കിലും ഏൽപ്പിക്കാനുണ്ടോ? ഞാൻ അവനെ ഇങ്ങോട്ട് അകത്തേക്ക് വിളിച്ചോട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ ഈ അച്ഛൻ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല, കാരണം അച്ഛൻ അത്രയും വയ്യ. അപ്പൊ നഴ്സ് മറുപടിക്ക് കാത്തിരിക്കാതെ പുറത്തേക്ക് പോയിട്ട് ആ മകനെ വിളിച്ചു, ഓടി വരൂ എന്ന് പറഞ്ഞു. ആ മകന് ഐസിയുവിന്റെ അകത്തേക്ക് ഓടി വന്നു. അപ്പൊ നഴ്സ് പറഞ്ഞു, അച്ഛന്റെ കൂടെ തന്നെ നിന്നോളൂ കേട്ടോ, അച്ഛൻ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് കേട്ടോളൂ, അച്ഛനോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ. അപ്പൊ ഇയാൾ അച്ഛന്റെ കൂടെ തന്നെ നിന്ന് അച്ഛനെ ഇങ്ങനെ തൊട്ട് തലോടി ആശ്വസിപ്പിച്ച് അച്ഛന്റെ കൂടെ തന്നെ ഇങ്ങനെ നിന്നു. ഒരു പെടച്ചിൽ അച്ഛൻ മരിച്ചു. അച്ഛൻ മരിച്ച സമയത്ത് ഡോക്ടർമാരും നഴ്സുമാരൊക്കെ ഓടി വന്ന് എല്ലാവരും അച്ഛന്റെ കൂടെ ഇങ്ങനെ ചുറ്റും നിന്ന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ആ സമയത്ത് ഈ മകൻ സങ്കടത്തോടെ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോ ആ നഴ്സിനോടൊരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യം കേട്ട് നഴ്സാകെ അമ്പരന്നു പോയി. ഇതാരാണ് എന്നാണ് ചോദിച്ചത്. അപ്പൊ നഴ്സ് ചോദിച്ചു, നിങ്ങളുടെ അച്ഛനല്ലേ? അല്ല, എന്റെ അച്ഛനല്ല, എന്റെ അച്ഛൻ അപ്പുറത്തെ റൂമിലുള്ള. പിന്നെന്തിനാണ് ഞാൻ വിളിച്ചപ്പോ നിങ്ങൾ ഓടി വന്നത്? പിന്നെന്തിനാണ് ഞാൻ വിളിച്ചപ്പോ നിങ്ങൾ ഓടി വന്നത്? അപ്പൊ ഇയാളൊരു മറുപടി പറഞ്ഞു. ഇയാള് പറഞ്ഞു, എന്നെ കൊണ്ട് എന്തോ ഒരു ആവശ്യമുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി, അതുകൊണ്ട് ഓടി വന്നതാണ്. ആ നഴ്സിനൊന്നും പറയാൻ കഴിഞ്ഞില്ല. നഴ്സ് ഇങ്ങനെ കൈകൂപ്പി, മരിച്ചാലും മറക്കൂല. നമ്മളെ കൊണ്ട് എന്തോ ഒരാവശ്യമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യർക്ക് വേണ്ടി നമ്മൾ ഓടിയെത്തുന്നിടത്താണ് നമ്മളൊരു യഥാർത്ഥ മനുഷ്യനും ഒരു യഥാർത്ഥ പൗരനുമായി തീരുന്നത്. അങ്ങനെ ഒരു യഥാർത്ഥ മനുഷ്യനെയും യഥാർത്ഥ പൗരനെയുമാണ് നിങ്ങളുടെ ഈ നാടിന് വാർഡ് മെമ്പറായി കിട്ടിയിട്ടുള്ളത് എന്ന സന്തോഷമാണ് നിങ്ങൾ ഇത്രയധികം ആളുകൾ ഇവിടെ ഒരുമിച്ച് കൂടാനുള്ള കാരണം. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹം അറിയിച്ചുകൊണ്ട് നിങ്ങളുടെ വാർഡ് മെമ്പറുടെ സ്നേഹത്തിൻ്റെ പേരിലുള്ള ക്ഷണം സ്വീകരിച്ച് ഇവിടെ വരാൻ കഴിഞ്ഞതിലും ഇസ്മായിൽ സാഹിബിന്റെ നാട്ടുകാരെ കാണാൻ കഴിഞ്ഞതിലുമുള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.